ഹായ് ഫ്രണ്ട്, അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ കവാടത്തിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനങ്ങളുടെ ഒരു മേളം തന്നെ ആയിരുന്നു. എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഏറ്റവും കൂടുതൽ ഇതേ കാണാൻ പറ്റിയത് ഈ ഒരു സാധനമായിരുന്നു. പല തരത്തിലുള്ള ശംഖുകളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അടുത്തതായിട്ട് ഞങ്ങൾ വന്നത് ഈ ബാഗുകളുടെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏതെടുത്താലും ഈ കാണുന്ന ഏത് ബാഗ് എടുത്താലും വെറും 100 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും എല്ലാ പേരും കൊണ്ട് നടക്കുന്നതാണ്. ബോയ്സ് എല്ലാ പേരും കൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ബാഗ്, ആ ടൈപ്പ് ഉണ്ട്. ലേഡീസിന് പറ്റിയ ടൈപ്പ് ഉണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ ഇക്കാക്ക് ഒരെണ്ണം വാങ്ങിച്ചേട്ടാ. അതാ ഈ ടൈപ്പാണ് ഞാൻ ഇക്കാക്ക് വാങ്ങിച്ചത്. ഞാൻ മാത്രം ഒരു ബാഗ് ചുമന്നാ പോരല്ലോ, ഇക്കായും കൂടെ ഒരെണ്ണം ചുമക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഒരെണ്ണം എന്തായാലും ഇക്കാക്ക് വാങ്ങിക്കൊടുത്തു. അടുത്തത് വന്ന ഈ ഫ്ലവർ കണ്ടോ. ഈ ഫ്ലവർ കണ്ടിട്ട് ആരും പറയില്ല ഒറിജിനൽ അല്ല എന്ന്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഉത്സവ പറമ്പിലും മേള നടക്കുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ 20 രൂപ കടകളിൽ പഴയകാല മുട്ടായികൾ കാണാറുണ്ട്. അതുപോലെ തന്നെ എന്നെ ഇവിടെ അതിശയിപ്പിച്ച ഒന്നാണ് ഈ കാണുന്ന ഒരു കവർ മസാല വെറും 50 രൂപ. നമ്മുടെ നാട്ടിൽ 30 രൂപയ്ക്ക് വാങ്ങുന്ന മസാല ഒരു 10 കവറെങ്കിലും വാങ്ങണം ഇത്രയും ആകാൻ. അത്രയ്ക്ക് വില കുറച്ചാണ് ഇവിടെ നിന്ന് മസാല എന്തരായാലും കിട്ടിയത്. തീർന്നിട്ടില്ല കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലം, പെരിഞ്ചീരകം അങ്ങനെ മസാലകളിൽ വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഇവ സെപ്പറേറ്റ് ആയിട്ട് 20 രൂപയ്ക്ക് പാക്കറ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. കന്യാകുമാരിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് ആരും സ്കിപ്പ് ചെയ്യരുതേ. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കടയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടോയ്സ്, ബാഗ്സ്, ഡ്രസ്സ്, ഫാൻസി ഇതുപോലുള്ള കടകളും നമുക്ക് ധാരാളമായിട്ട് അവിടെ കാണാൻ കഴിയും. ഇതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, സാധാരണ എല്ലാ ഉത്സവ പറമ്പുകളിലും കാണുന്നത് തന്നെ. എന്നാലും ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. എവിടെ പോയാലും പോയില്ലേ, ബീച്ചിലും പാർക്കിലും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഹമ്മുദി സമൂസ സ്വൈര്യത തരില്ല കേട്ടോ. എന്തായാലും അവിടെ ഒരു കുഞ്ഞൊരു പാർക്ക് ഉണ്ടായിരുന്നു, അതിൽ കയറാൻ പറ്റി. ബീച്ചില് രാത്രി ആയതുകൊണ്ട് പോവാനും പറ്റിയില്ല. ആ ഒരു പരിഭവം പാർക്കിൽ കയറിയപ്പോ അങ്ങ് മാറി. അങ്ങനെ ഇന്നത്തെ കന്യാകുമാരി വിശേഷങ്ങൾ ഇവിടെ തീർന്നു. അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് സൺറൈസ് ആണ്, കാണാൻ മറക്കരുത്. പോവില്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അതുകൂടി ചെയ്തിട്ട് പോണേ. ഓക്കെ, ബൈ.